കുട്ടീസ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ മക്കൾക്ക് എക്സാം ഒക്കെ തുടങ്ങിയല്ലേ? അപ്പൊ ഓരോ ചോദ്യങ്ങളായിട്ട് എന്റെ കൂട്ടുകാരൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ചോദ്യം ടീച്ചർ ഇന്ന് പറഞ്ഞു തരട്ടെ. ഒരു സിമ്പിൾ ചോദ്യമാണ്, നമുക്ക് നോക്കാം. ആദ്യം ടീച്ചർ തന്നിരിക്കുന്നത് എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചിത്രങ്ങളിലേക്ക് നോക്കുക. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? കഥയിലെ ചിത്രങ്ങളും വാക്യങ്ങളും തമ്മിൽ വരച്ച് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മുന്നേ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു കഥയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നു ഈ കഥ? അതായത് ഒരിടത്ത് ഒരു ആന ഉണ്ടായിരുന്നു. ആ ആന മഹാവികൃതിയായിരുന്നു. കാട്ടിലുള്ള മറ്റു മൃഗങ്ങളെയൊക്കെ ഈ ആന എന്ത് ചെയ്യായിരുന്നു? ഉപദ്രവിക്കുമായിരുന്നു. അപ്പൊ ആനയുടെ ശല്യം കാരണം എല്ലാ മൃഗങ്ങൾക്കും എന്ത് ചെയ്തു? ഒത്തിരി സങ്കടമായി. അപ്പൊ എങ്ങനെയാണ് ഈ ആനയെ ഇവിടെ നിന്ന് ഒന്ന് ഓടിക്കുക എന്ന് ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ആന കരയിലെ ഏറ്റവും വലിയ മൃഗമല്ലേ? അപ്പൊ ആന കരയിലെ ഏറ്റവും ശക്തിയേറിയ മൃഗങ്ങളിൽ ഒന്നുകൂടെയാണ്. ആനയുടെ കാലിന്റെ അടിയിൽ പെട്ടുപോയ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ചമ്മന്തിയായി മാറും. അപ്പൊ എങ്ങനെ ഈ ആന ഇവിടെ നിന്ന് തുരത്താം എന്നുള്ളതായി മൃഗങ്ങളുടെയൊക്കെ ആലോചന. അങ്ങനെ ഇവർക്ക് അവസാനം ഒരു ബുദ്ധി ഉപയോഗിക്കുകയാണ്. ഇവരെന്ത് ചെയ്യാണ്? ഉറുമ്പിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഉറുമ്പിന്റെ അടുത്ത് പോയിട്ട് എന്താ? ഉറുമ്പാണെങ്കിൽ ഇത്തിരി അല്ലേയുള്ളൂ. ആനയുടെ വളരെ നോക്കുമ്പോ ആനയായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോ നമ്മുടെ ഉറുമ്പ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞാണ്, വളരെ കുഞ്ഞാണ് അല്ലെ? അപ്പൊ ഈ കുഞ്ഞനായിട്ടുള്ള ഉറുമ്പിന് ഈ ആന എന്ത് ചെയ്യാൻ പറ്റുമെന്നായി ബാക്കിയുള്ള മൃഗങ്ങളുടെ ഒക്കെ ആലോചന. എന്നിരുന്നാലും കുറച്ച് മൃഗങ്ങളൊക്കെ എന്ത് ചെയ്തു? ഉറുമ്പിന്റെ അടുത്ത് ഒരു ഉപായവുമായിട്ട് എത്തി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഉറുമ്പ് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളുടെ പ്രശ്നമല്ലേ, നമ്മുടെ ഇത് എല്ലാവരുടെയും കൂടെ പ്രശ്നമാണ്, നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? ആനയെ ഇവിടെ നിന്ന് ഓടിക്കാം. അപ്പൊ കുഞ്ഞനായിട്ടുള്ള ഈ ഉറുമ്പ് എന്താ ചെയ്തതെന്നറിയോ? ആന വരുന്ന സമയത്ത് ആനയുടെ തുമ്പിക്കൈയില് ഒരു കടി അങ്ങ് കൊടുത്തു. തുമ്പിക്കൈയില് കടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ തന്നെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കും. അപ്പൊ തുമ്പിക്കൈയിൽ കൂടെ കടിച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആനയ്ക്ക് ആകെ എന്തായി? ബുദ്ധിമുട്ടായി അല്ലേ? എന്നിട്ട് ആന അവിടെ നിന്ന് എന്ത് ചെയ്തു? ഓടിക്കളഞ്ഞു. അപ്പൊ കുഞ്ഞനായിട്ടുള്ള ഉറുമ്പ് എന്ത് ചെയ്തു? ആനയുടെ കയ്യിൽ നിന്ന് ബാക്കി മൃഗങ്ങളെ രക്ഷിച്ചു. അപ്പൊ നമുക്ക് പറയാം ആരെങ്കിലും ഒരാൾ ചെറുതായതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അയാളെ കൊച്ചായിട്ട് കാണാൻ പാടില്ല. കാരണം എന്താണ്? അയാൾക്കും ഉണ്ടല്ലേ അയാളുടേതായിട്ടുള്ള ശക്തിയും കഴിവുകളും. അപ്പൊ ആരെയും നമ്മൾ എന്ത് ചെയ്യരുത്? കൊച്ചായിട്ട് കാണരുത്. ആരെയും അവരുടെ കഴിവുകളിൽ നിങ്ങൾ മോശമുള്ള കഴിവുള്ള ആളാണ് എന്നൊന്നും പറഞ്ഞ് അപമാനിക്കാനും പാടില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുണ്ട്. ആ കഴിവുകൾ പല സാഹചര്യങ്ങളിലും നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. മനസ്സിലായോ കൂട്ടുകാർക്ക്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊന്ന് യോജിപ്പിക്കണം. അപ്പൊ ആദ്യത്തെ ചിത്രം നോക്കുമ്പോ കൂട്ടുകാർ ഉറുമ്പിന്റെ അടുത്തെത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്കിത് വരച്ചു ചേർക്കാം. രണ്ടാമതായിട്ട് എന്താ പറഞ്ഞത്? ഉറുമ്പ് പറയാണ് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ഇത് നോക്കുമ്പോൾ ഉറുമ്പിന്റെ ഉറുമ്പിന്റെ തുമ്പിക്കൈ, അതായത് ഉറുമ്പ് എന്ത് ചെയ്യാണ്? തുമ്പിക്കൈയിൽ കടിക്കുകയാണ്. ആനയുടെ തുമ്പിക്കൈയിൽ കടിക്കുന്ന ഉറുമ്പിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആനയും നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കേണ്ടതെന്ന്? അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതാം. ഓൾ ദി വെരി ബെസ്റ്റ്.